ഫാദർ ഫിലിപ്പ് കവിയിൽ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ കൂടിയാണ് അദ്ദേഹം. ഫാദർ നമസ്കാരം. ഒരുപക്ഷെ ഈ മാർപ്പാപ്പയുടെ വിയോഗം സമുദായ ഭേദമന്യേ എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തിയിട്ടുണ്ട്. കാര്യം അത്ര കൂടുതൽ മനുഷ്യസ്നേഹം പ്രകടിപ്പിച്ച മഹാവ്യക്തിയായിരുന്നു അദ്ദേഹം. പറയൂ. അതെ, ഈ മാർപ്പാപ്പ ചരിത്രത്തില് എടുത്തു പറയേണ്ട ഒരു മാർപ്പാപ്പയാണ്. കാരണം ഈ ആധുനിക കാലഘട്ടത്തില് സഭയ്ക്ക് കൃത്യമായ ദിശാബോധം നൽകുകയും സഭയുടെ സുവിശേഷ മൂല്യങ്ങൾ, അതായത് സനാതന മൂല്യങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തി പൊതുസമൂഹത്തോടും ലോകത്തോടും സംബന്ധിച്ച ഒരു പാപ്പായായിരുന്നു കടന്നുപോയത്. അദ്ദേഹത്തിന്റെ പ്രത്യേകത പല കാരണങ്ങൾ കൊണ്ടും അദ്ദേഹത്തിന്റെ സ്വഭാവ രീതികളൊക്കെ വ്യതിരിക്തമായിരുന്നു. കാരണം മറ്റുള്ളവരൊക്കെ പലരും മുൻ മാർപ്പാപ്പമാരെ പറ്റി അല്ല, പൊതുവെ എല്ലാവരും അധികാരം ലഭിക്കുമ്പോൾ അത് ആസ്വദിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ മാർപ്പാപ്പ ഈ അധികാരം എന്നത് സേവനത്തിന് വേണ്ടിയാണെന്നും മനുഷ്യനെ സ്നേഹിക്കാനും മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഉറച്ച ബോധ്യമുള്ള ഒരു മാർപ്പാപ്പയായിരുന്നു. അദ്ദേഹം എല്ലാ കാര്യത്തിലും തുറന്ന മനസ്സ് കാണിച്ചു. മനുഷ്യത്വത്തിന്റെ സാഹോദര്യത്തിന്റെ ഒരു വക്താവായിരുന്നു അദ്ദേഹം. ക്രിസ്ത്യാനികൾ മാത്രമല്ല, അന്യമതസ്ഥരായിട്ടുള്ള ആളുകൾ പോലും ബഹുമാനിച്ചിരുന്ന ആളാണ്. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട SKN ഇവിടെ തലശ്ശേരി വന്നപ്പോൾ ഈ മാർപ്പാപ്പയുടെ കാര്യം പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ഞങ്ങളൊക്കെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന വ്യക്തിത്വമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ എന്ന് താങ്കൾ എന്നോടും ജോസഫ് പാപ്പളാരി പിതാവിനോടും തലശ്ശേരി ആർച്ച് ബിഷപ്സ് ഹൗസിൽ വെച്ച് പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കുകയാണ്. അതൊരു പൊതുവികാരമാണ്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെ ഒരു മനുഷ്യനെ, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന മനുഷ്യരോട് ഇടപെടണമെന്ന് ഈ മാർപ്പാപ്പ കാണിച്ചു തരികയാണ്. ഈ മാർപ്പാപ്പയുടെ ഭരണകാലത്തിന്റെ ആദ്യഘട്ടത്തിൽ ഞാൻ പ്രത്യേകം ഓർക്കുകയാണ്. അദ്ദേഹത്തിന് ആരുടെയും സഹായമില്ലാതെ, പരസ്യമില്ലാതെ സഞ്ചരിക്കാൻ സാധിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം വളരെ അപ്രതീക്ഷിതമായിട്ട് പാവപ്പെട്ട മനുഷ്യന്റെ അടുത്ത്, പ്രത്യേകിച്ച് ചേരികളില് ആരും നോക്കാനില്ലാത്ത പുറന്തള്ളപ്പെട്ട ആളുകളുടെ അടുക്കിലേക്ക് അപ്രതീക്ഷിതമായി ചെല്ലുകയും ഒരു പ്രോട്ടോകോളും നോക്കാതെ, ഞാൻ കേട്ടിട്ടുള്ളത് ബുധനാഴ്ച ഉച്ച കഴിഞ്ഞ് ഉള്ള സമയം പരിശുദ്ധ പിതാവ് ഒരു അപ്പോയിന്റ്മെന്റും എടുക്കാതെ അത് മാറ്റി വെക്കുമായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. ആ ഉച്ച കഴിഞ്ഞ് ആർക്കും മനസ്സിലാകില്ല എങ്ങോട്ടാ പോകുന്നത്, അന്നേരം പറയുന്നെന്നാണ് ഞാൻ കേട്ടിരുന്നത്. അങ്ങനെ പല സമയത്ത് പോയതായിട്ട് നമ്മൾ വീഡിയോകൾ കണ്ടിട്ടുണ്ട്. അതുപോലെ മാർപ്പാപ്പ യാത്ര ചെയ്യുന്ന സമയത്ത് ആളുകൾ കാത്തുനിന്ന് അവരുടെ ഇടയ്ക്ക് നിർത്താനും അവരോട് സംസാരിക്കാനും അവരുടെ ആവശ്യങ്ങൾ കേട്ടറിയാനും ഒക്കെ സമയം ചെലവഴിച്ചു. അതുപോലെ വളരെ ലളിതമായിട്ട് ജീവിച്ച ഒരു വ്യക്തിത്വമായിരുന്നു. സാധാരണ മാർപ്പാപ്പമാർക്ക് മെഴ്സിഡസ് ബെൻസും അതുപോലെ BMW അതുപോലെ വലിയ വലിയ വില കൂടിയ വാഹനങ്ങൾ ആ കമ്പനിക്കാർ ഫ്രീ ആയിട്ട് കൊടുക്കുമായിരുന്നു. എന്നാൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഏറ്റവും ചെറിയ ലളിതമായ വാഹനത്തിൽ യാത്ര ചെയ്യാൻ വേണ്ടി ഇറ്റലിയിൽ ഉണ്ടാക്കുന്ന ഫിയാറ്റ് എന്ന് പറയുന്ന കാർ കമ്പനിയുടെ ഏറ്റവും ചെറിയ ഒരു മൂട്ട പോലത്തെ ഒരു കാറ്, അതായത് ലോകാരാധ്യനായ മാർപ്പാപ്പ യാത്ര ചെയ്യാൻ സന്നദ്ധനായി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ വലിപ്പം, മനുഷ്യത്വത്തിന്റെ മഹാത്മ്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ജാതി, മതം, വർണ്ണം, വർഗം ഈ ഒരു വ്യത്യാസമൊന്നും മാർപ്പാപ്പയ്ക്കില്ലായിരുന്നു. പലരും അദ്ദേഹത്തെ യാഥാസ്ഥിതികരായിട്ടുള്ള ഒരു വിമർശിക്കുക പോലും ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത നാടുകളിൽ അഭയാർത്ഥികളെ സംരക്ഷിക്കണമെന്ന് അദ്ദേഹം ലോകത്തോട് മുഴുവൻ ആഹ്വാനം ചെയ്തു. വത്തിക്കാൻ സ്ക്വയറിൽ, വത്തിക്കാനിൽ പോലും അദ്ദേഹം അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. അന്യമതസ്ഥരുടെ ആരാധനാലയങ്ങൾ സ്ഥാപിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. അതൊക്കെ ചില ആളുകൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ വലിപ്പം, മനുഷ്യൻ എന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുവാൻ, തന്റെ മുന്നിൽ നിൽക്കുന്ന മനുഷ്യൻ എന്റെ സഹോദരനാണ്, സഹോദരിയാണ് എന്ന് ഒരു തിരിച്ചറിവ്, സത്യത്തില് അതാണ് ഉദാത്തമായ കാഴ്ചപ്പാട്. യേശുക്രിസ്തു പറഞ്ഞത് അത് തന്നെയാണ്. ക്രിസ്ത്യാനികളെ സ്നേഹിക്കാനല്ല യേശുക്രിസ്തു പറഞ്ഞത്. യേശുക്രിസ്തു പറഞ്ഞത്, ഞാൻ നിങ്ങൾക്കൊരു കൽപ്പന നൽകുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാല് ജീവൻ പോലും ബലി കൊടുത്ത് ഈശോ മിശിഹ മറ്റുള്ളവരെ സ്നേഹിച്ചു. ആ ഒരു സ്നേഹത്തിന്റെ യഥാർത്ഥ ആൾരൂപമായിരുന്നു കടന്നുപോയ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഈ ലോകത്തെ ഇത്രയധികം അതിശക്തമായിട്ട് സ്വാധീനിക്കാൻ സാധിച്ചത്. അദ്ദേഹം ഒരു നിർഭയനായ വ്യക്തിയായിരുന്നു. അമേരിക്കയുടെ മുഖത്ത് നോക്കി, അല്ലെങ്കിൽ ഏത് ശക്തനായ രാഷ്ട്രത്തലവന്റെ മുഖത്ത് നോക്കി പാവപ്പെട്ടവർക്ക് വേണ്ടി, അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി സംസാരിക്കുവാൻ അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ല. അതേസമയം അദ്ദേഹം എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ പരിശ്രമിക്കുകയും ചെയ്യുമായിരുന്നു. ഒരു ധാർമ്മിക ശക്തിയായിരുന്നു പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അങ്ങനെ ആയിരിക്കണം മാർപ്പാപ്പമാർ എന്നാണ് സഭ ആഗ്രഹിക്കുന്നത്. ഏതായാലും നമുക്ക് മാനുഷികമായി പറഞ്ഞ വലിയൊരു നഷ്ടമാണ് ഈ മാർപ്പാപ്പയുടെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. പക്ഷെ ദൈവം അത് അവിടുത്തെ അനുസരിച്ച് പുതിയൊരു നല്ല മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. താങ്ക് യു ഫാദർ ഫിലിപ്പ് കവിയിൽ. അദ്ദേഹത്തെ ഞാൻ തലശ്ശേരി
ആർച്ച് ബിഷപ്പിനോടൊപ്പം കണ്ടിരുന്നു. മാർ ജോസഫ് പാംബ്ലാനി, അദ്ദേഹമായിട്ട് കുറച്ച് നേരം സംസാരിക്കാൻ പറ്റി. അദ്ദേഹത്തിൻ്റെ അരമനയിലൊക്കെ നമ്മൾ പോയിരുന്നു ഈ യാത്രയ്ക്കിടയിൽ. നല്ല കുറച്ച് നിമിഷങ്ങളാണ് ആ അരമനയിൽ നമുക്ക് കിട്ടിയത്. താങ്ക് യു ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി ആൻഡ് ഫാദർ ഫിലിപ്പ് കവീൽ. മറ്റുള്ള വൈദികരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരോടൊക്കെ നമുക്കുള്ള സന്തോഷം ഇവിടെ രേഖപ്പെടുത്തുന്നു.